വൈറ്റമിൻ ഡി കിട്ടാൻ ഇതുപോലെ വെയിലത്ത് നിന്നാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽസ് ഒരിക്കലും കൂടാൻ പോകുന്നില്ല. നല്ല വെയിലുണ്ട്. നമ്മൾ വർഷങ്ങളായി കേൾക്കുന്നത് എന്താണ്? വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി ലെവൽസ് കൂടും. ബട്ട് ആ പ്രോസസ്സ് അത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. ഈ UVB റേസ് സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോളിനെ ആദ്യം പ്രീ വൈറ്റമിൻ D3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പ്രീ വൈറ്റമിൻ D3 ആണ് പിന്നീട് D3 ആയിട്ട് മാറുന്നത്, ഈ കോൾ കാൽസിഫറോൾ. ഈ D3 എന്നിട്ട് ലിവറിന്റെ ഉള്ളിലേക്ക് പോകും. ലിവറിന്റെ ഉള്ളിൽ നിന്ന് ഇത് 25-ഹൈഡ്രോക്സി വൈറ്റമിൻ D3 ആയി മാറും. ഇത് കിഡ്നിയിൽ പോയിട്ടാണ് ഈ ആക്റ്റീവ് ആയിട്ടുള്ള ഈ വൈറ്റമിൻ ഡി ആയിട്ട് മാറുന്നത്. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മളുടെ സ്കിന്ന് നോക്കുക, മിക്ക ആൾക്കാരും ബ്രൗൺ സ്കിൻ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ മെലാനിൻ കണ്ടന്റ് കൂടുതലാണ്. ഈ മെലാനിൻ UVB റേസിനെ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഈ പുറത്തിറങ്ങുന്ന സമയത്ത് ടാൻ വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും സൺസ്ക്രീൻ ഇടുന്നവരാണ്, അതും ഈ റേസിനെ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാത്തവരുടെ കാര്യം പറയണ്ട, അവർക്കും വൈറ്റമിൻ ഡി ലെവൽസ് ലോ ആയിരിക്കും. ഈ വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ഇഗ്നോർ ചെയ്യുന്ന 2 സിംറ്റംസ് ആണ്. ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ലാതിരിക്കലും എപ്പോഴും ഒരു ഡിപ്രസീവ് ഫീൽ ആവും, അതൊരു സിംറ്റമാണ്. ആൻഡ് എത്ര ഉറങ്ങിക്കഴിഞ്ഞാലും വീണ്ടും ഉറക്കം തൂങ്ങി ഇരിക്കല്, അതൊരു സിംറ്റമാണ്. പിന്നെ ഒരെണ്ണുള്ളത് ബ്രെയിൻ ഫോഗ് ആണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതെല്ലാം കാരണമാണ് മിക്ക ആളുകൾക്കും സപ്ലിമെന്റേഷൻ ഒരു നെസസറി ആയിട്ട് വരുന്നത്. പിന്നെ വെറുതെ ആരും സപ്ലിമെന്റ് എടുത്ത് കഴിക്കരുത്. വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡോസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻ ഡി 60,000 യൂണിറ്റ്സ് ഡെയിലി കഴിച്ച് ടോക്സിസിറ്റി ലെവൽ എത്തിയ ഒരാളായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത് ഡോസ് നോക്കിയേ കഴിക്കാൻ പാടുള്ളൂ. സോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മെഡിക്കൽ എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ പറ്റിയ ഡോസ് ഏതാണെന്ന് നോക്കിയിട്ട് സപ്ലിമെന്റ് ചെയ്യുക.